C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ സുസ്മിതേ? നിന്നോട് 2 വാക്ക് പറഞ്ഞിട്ട് പോകാനാ ശാലിനി ഞാൻ വന്നത്. നിന്നോട് പറയാനും എനിക്ക് 2 വാക്കേ ഉള്ളൂ സുസ്മിതേ. ഇറങ്ങി പോടി പുറത്ത്. പക്ഷേ ഇതൊന്നും പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല സുസ്മിതേ. ശത്രുത സ്നേഹത്തോടെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ ഒരു സ്നേഹചുംബനം തരുന്നതോ കണ്ടിട്ടില്ലല്ലോ. എന്തിന് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുന്നത് പോലും ഞാനിതുവരെ. എടി പുല്ലേ, നീ ഇപ്പൊ നുഴഞ്ഞു കയറി വന്ന ഈ ബെഡില്ലേ, അതിലിരിക്കേണ്ടത് ഞാനാ. വിഷ്ണുവേട്ടനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കേണ്ടതും കൂടെ ഉറങ്ങേണ്ടതുമായിട്ടുള്ള ആൾ. അവിടെ ആവശ്യമില്ലാതെ പറ്റിപ്പിടിച്ച് കിടക്കുക നീ. നാണം ഉണ്ടെങ്കിൽ ഇറങ്ങി പോടി പുറത്ത്. നീ ഇറങ്ങിപ്പോയാ വിഷ്ണുവേട്ടന്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരും 1 വർഷത്തിനുള്ളിൽ ഞാൻ. വിഷ്ണുവേട്ടന്റെ തലയിൽ വലിഞ്ഞു കയറിയതല്ലടി നീ. വിഷ്ണുവേട്ടന് നിന്നെ ഇഷ്ടമല്ലടി. ഗതികേടിന്റെ പേരിൽ നിന്നെ കെട്ടിയെന്ന് മാത്രം. നിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലിയുണ്ടല്ലോ, അത് വലിച്ചു പൊട്ടിച്ച് ഭാമാണ്ടി നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്ന ഒരു ദിവസം, അതിനു വേണ്ടിയാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, 10 മാസം തികച്ചു വേണ്ട, 9 മാസവും 9 ദിവസവും അടുത്ത അനന്തരാവകാശിയെ പ്രസവിച്ചു കൊടുക്കും ഞാൻ ഭാമാണ്ടിക്ക്. വിഷ്ണുവേട്ടന്റെ ബെഡിന്റെ ഒരു ഓരത്ത് കിടക്കാനല്ലാതെ നിന്നെയൊക്കെ എന്തിനു കൊള്ളാടി? കഴിഞ്ഞു നിന്റെ പെർഫോമൻസ്. നീ ഇപ്പൊ ഇവിടെ വന്ന് ഇത്രയും അഴിഞ്ഞാടണമെന്നുണ്ടെങ്കിലേ നിന്റെ പത്തി നോക്കി തന്നെ എവിടുന്നോ നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അതിന് പകരം എന്നെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും ചെയ്യിക്കാവുന്ന നീ കരുതിയെങ്കിൽ നടക്കില്ല സുസ്മിതേ. ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് പരിശോധിച്ചാ മതി. റൂം പരിശോധിക്കാനോ? അതൊന്നും പറ്റില്ല. പരിശോധിച്ചെന്താ കുഴപ്പം? ആധാരം മാറ്റിയത് ഞാനാന്ന് സംശയം ഉണ്ടെന്നല്ലേ അതിനർത്ഥം? അങ്ങനെ ഒരു സംശയത്തിന്റെ ഒരു കാര്യമില്ല സുസ്മിതേ. ഈ വീട്ടിലെ എല്ലാ റൂമും പരിശോധിച്ചു, എന്റെ റൂം അടക്കം. എന്ന് കരുതി ഞാനാണ് ആധാരം മാറ്റിവെച്ചെന്ന് അർത്ഥമുണ്ടോ? എന്ത് സംഭവിച്ചാലും എന്റെ റൂം പരിശോധിക്കാൻ പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇത് എന്റെ വീടാ. നീ ഇവിടെ ചുറ്റിപ്പിടിച്ചേക്കുന്ന ഒരു ഇത്തിൽ കണ്ണി. മര്യാദക്ക് മാറിയുന്നില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മാറ്, നോക്കി ഇങ്ങോട്ട് മാറ്.
അതിന് അതിനെടുത്ത് ഹലോ സാർ, മുത്തും പഴമൊക്കെ കിട്ടിയോ മുറിയുന്നു? എന്നെ തരം താഴ്ത്താനും നാണം കെടുത്താനും കുറെ പണിപ്പെടുന്നുണ്ട് നിങ്ങൾ ഏട്ടനും അനിയത്തി. കുറച്ചുമ്പ് വിളിച്ചല്ലോ ഇത്തിൽ കണ്ണീന്ന്. ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഭാമാൻഡി പറഞ്ഞിട്ടാ. ഈ വീടും ഭൂമിയൊക്കെ ഭാമാൻഡിയുടെ പേരിലാ. ആര് നിൽക്കണം പോകണം എന്നതൊക്കെ ഭാമാൻഡി തീരുമാനിച്ചോളൂ. മകൻ എന്നൊരു ലേബൽ ഉള്ളതുകൊണ്ട് മസിലും പെരുപ്പിച്ച് വട്ടിപ്പിരിവ് നടത്തുന്നതൊന്നും വലിയ മിടുക്കല്ല. ഇത്തിരി തണ്ടും തടിയൊക്കെയുള്ള ഏതൊരാണിനും ചെയ്യാവുന്നതേ ഉള്ളത്. ഞാൻ ഇവിടെ നിൽക്കുന്നതിലോ ഇവിടുത്തെ ഭക്ഷണം കഴിക്കുന്നതിലോ ഭാമാൻഡിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഫുൾ ക്യാഷ് സെറ്റിൽ ചെയ്യാൻ ഞാൻ റെഡിയാ, വിത്ത് ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരു ചോദ്യം ഇയാൾക്ക് നേരെ ഉണ്ടായാ ഇയാൾ എവിടുന്ന് എടുത്തു കൊടുക്കും 10ന്റെ പൈസ? ഇന്ന് വരെ വിയർത്തുണ്ടാക്കിയിട്ടുണ്ടോ 1 രൂപ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.